ഇതുവരെ അവിടെ ഇല്ലാതിരുന്ന എല്ലാ ടെസ്റ്റുകളും അവർക്ക് കൊടുക്കുക. ഇത് മുഴുവൻ ഇവർ നിങ്ങളവിടെ അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം. ഈ ടെസ്റ്റുകൾ മുഴുവൻ പുറത്താണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. വളരെ പരിമിതമായ ടെസ്റ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള മെഡിക്കൽ കോളേജിനകത്ത് അത് ഇതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ഈ റേറ്റിൽ ഡിസ്കൗണ്ട് റേറ്റിൽ ടെസ്റ്റ് നടക്കുമ്പോൾ നമ്മളെ ഇവിടെ പണം ഈടാക്കാതെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ടെസ്റ്റേ നടക്കുന്നില്ല. വളരെ പരിമിതങ്ങളായ ടെസ്റ്റാണ് നടക്കുന്നത്. കാരണം റിയേജന്റ് 350 കോടിയിലധികം കിട്ടാനുള്ള മെഡിക്കൽ കോളേജ്. അപ്പൊ നമ്മള് ഈ പുറത്തു പോകുന്ന 10 ഇരട്ടിയാണ് വ്യത്യാസം. 100 രൂപക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ കിട്ടുന്ന ടെസ്റ്റ് 1000-1500 രൂപക്ക് പുറത്ത് ചെയ്യേണ്ട ഗതികേടില്ല സാധാരണക്കാരായ രോഗികൾ. പിന്നെ കേരളം ഒരു യൂണിയൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജും അവിടെ വരുന്ന രോഗികളും യൂണിയൻ ടെറിട്ടറിയിലല്ല. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ, കേരള സംസ്ഥാനത്തിന്റെ കീഴിലുള്ള എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിലും നടക്കുന്ന ഒരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കാൻ പാടില്ല എന്ന് 5 വർഷക്കാലം കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ഒരാൾ വന്ന് അവിടെ സമരാവാസം നടത്തുമ്പോൾ കുറച്ചൊരു മാന്യത തന്നെ ചെയ്യൂ. അദ്ദേഹം ഭരിച്ച 5 വർഷം ഭരിച്ച അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലായിടത്തും ഈ പണം കൊടുത്തായി ടെസ്റ്റ് നടത്തുന്നത്. ഇപ്പോ ഈ പുതുതായിട്ട് ഫീസ് വർദ്ധിപ്പിക്കാൻ ഉള്ള കാരണം പുതിയ വല്ല എക്യുപ്മെന്റും വന്നതാണ്. ഒരുപാട് നമ്മൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പോവാ. അതാ ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ഇതിനെ കാണേണ്ടത് മറ്റ് ചികിത്സകൾക്ക് ഒന്നുമല്ല. BPL കാർഡിലില്ലാത്ത ആളുകൾക്ക് ഇപ്പൊ അവിടെ BPL കാർഡോ APL കാർഡോ ഒക്കെ പുറത്തു പോവാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ മൊത്തം. കാരണം അവർക്ക് ഇവിടെ ഈ ടെസ്റ്റ് ഇല്ലാതെ പറയുകയും ഇതിപ്പോ ഉള്ള പ്രതിഭാസമല്ല ഞാൻ പറയുന്നു. കഴിഞ്ഞ എത്രയോ കാലമായി ഈ ടെസ്റ്റ് ഒക്കെ അവിടെ പുറത്തേക്ക് ഇത് ചെയ്യാൻ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നു. ഇത് നിർത്തണ്ടേ? ഈ പുറത്തേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോ ഇവിടെ 110 രൂപക്ക് നടത്തുന്ന ടെസ്റ്റ് അവിടെ 1500-2000 നടത്തുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ്. ഇത് മനസ്സിലാക്കാതെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എല്ലാ മെഡിക്കൽ കോളേജിലും ടെസ്റ്റ് പണം കൊടുത്ത അതിന്റെ ഒരു ഗൗരവം മനസ്സിലായി. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും, തൊട്ടപ്പുറത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ്, മഞ്ചേരിയിൽ നിന്ന് പേഷ്യൻസിനെ അയക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, മഞ്ചേരി നടത്തി ഇങ്ങോട്ടാണല്ലോ വരുന്നത്, കണ്ണൂരിൽ നിങ്ങോട്ടാണല്ലോ വരുന്നത്, കാസർഗോഡ് നിങ്ങോട്ടാണല്ലോ വരുന്നത്. അവിടെ പണം കൊടുത്ത് ചെയ്യുന്ന ടെസ്റ്റ് ഇവിടെ പണം കൊടുക്കാതെ ഈ ടെസ്റ്റ് ഒന്നും ഇവർക്ക് കിട്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യണം? 10 ഇരട്ടി ചാർജ് ഈടാക്കും. ഇത് നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കണമെന്നാണ് നമ്മളിപ്പോ ഞാനിപ്പോ ഒരു 3 മാസമായിട്ട് നമ്മളെപ്പോലെ ഒരു പൊതുപ്രവർത്തകർ അതിനകത്ത് 100% ന്യായവും നീതിയാണ് ബോധ്യത്തുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കൂടെ നിന്നത്. അന്ന് ആ യോഗത്തിനകത്ത് പങ്കെടുത്ത എല്ലാവരും മുന്നണിയുടെ മുഴുവൻ ആളുകളുണ്ടായി. കേരള നിയമസഭയിൽ അംഗങ്ങളുള്ള എല്ലാവരും SDS അവരുടെയൊക്കെ എല്ലാവരുടെയും ഏകകണ്ഠമായ അഭിപ്രായത്തിൽ BJP പ്രകാശ് ബാബു മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു, നിങ്ങൾ കുറെക്കൂടി നിങ്ങൾക്ക് ശക്തിയുള്ള തൃശ്ശൂരും തിരുവനന്തപുരത്തും ഈ രീതിയിലാണ് അവിടെ വാങ്ങുന്നതിലും കുറഞ്ഞ പൈസക്കാണ് ഇവിടെ നടത്താൻ തീരുമാനിച്ചതെന്ന് നമ്മൾ സാന്ദർഭികമായി പറയുകയും ചെയ്തു. കേരളത്തിനകത്ത് നടത്തുമ്പോൾ അതിലൊരു ഏകീകൃത സ്വഭാവം വേണം. ഇതാണ് അതിന്റെ സത്യം. ഇതൊന്നും നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം. വളരെ വ്യാപകമായി പ്രചരണം അയച്ചുവിട്ട് പാവപ്പെട്ട രോഗികളെ അവർക്ക് ഇന്നലെ വരെ ലഭിച്ച ചികിത്സ ഇനി പണം കൊടുത്ത് ലഭിക്കണമെന്നുള്ള വാസ്തവ വിരുദ്ധമായ പ്രചരണങ്ങൾ അയച്ചുവിടുകയാണ്. ഇവിടെ BPL വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ BPLകാർ ഉൾപ്പെടെ പുറത്തു പോയിട്ടായിരുന്നു ടെസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിന്റെ രേഖകൾ ഞാൻ വാട്സപ്പിൽ ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. ഓരോ മെഡിക്കൽ കോളേജിലുള്ള ഇത് ഔദ്യോഗികമായി തന്നെ ഞാൻ അവരോട് ആവശ്യപ്പെട്ടതാണ്. SDS കയ്യിൽ നിന്നും ഞാൻ പ്രിൻസിപ്പളോട് സുപ്രീമോടും വാങ്ങിയ രേഖകളാണ് ഈ വിഷയം. നിങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് എന്താണ് ഇത് ജനത്തിന് ബോധ്യമാണ്. കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും തൃശ്ശൂരും ആലപ്പുഴയും ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ കോളേജിലും വാങ്ങുന്നത് ഏറ്റവും ലോവസ്റ്റ്. ഇപ്പൊ നമ്മൾ അരി, ചെറുപയർ, മമ്പയർ എന്ന് പറഞ്ഞ പോലെ എളുപ്പത്തിൽ പറയാം. അരിക്ക് ഏറ്റവും കുറവ് എവിടെയാണോ ആ റേറ്റ് വിടാം. ചെറുപയറിന് ഏറ്റവും കുറവ് എവിടെയാണോ ആ റേറ്റ് വിടാം. കടലൊക്കെ ഏറ്റവും കുറവ് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ എവിടെയാണോ കുറവ് അത് വിടാം. ഇങ്ങനെയാണ് തീരുമാനിച്ചത്. അത് യോഗ ആവശ്യപ്പെട്ടതാണ്. ഇവർ തന്നത് ഒരു സ്റ്റാൻഡേർഡ് ലിസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും ഏറ്റവും കുറവ് സർക്കാർ മേഖലയിൽ ഈടാക്കുന്ന ഏതാണോ അത് എഴുതിയാൽ മതി. അങ്ങനെ അവർ ഉൾപ്പെടെ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരുപാട് പുതിയ ടെസ്റ്റുകൾ, വലിയ ചെലവ് വരുന്ന
പുതിയ ടെസ്റ്റുകൾ നടപ്പാക്കാൻ മെഡിക്കൽ കോളേജ് തീരുമാനിച്ചു. ഇതൊക്കെ ആർക്കതിൻ്റെ ഗുണം? അതോടൊപ്പം ഒരൊറ്റ മെഡിക്കൽ കോളേജിലാണ് 350 കോടി കിട്ടാനുള്ളത് കൂടി നിങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിച്ചാൽ മതി. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏതാണ്ട് മുന്നോട്ട് ചലിക്കാനാവാത്ത രീതിയിൽ പ്രതിസന്ധിയില്ല. മെഡിക്കൽ കോളേജ് SDS മാത്രം കൊടുക്കാനുള്ള ഒരു തുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ കൊടുക്കാനില്ല, അതുകൊണ്ട് മരുന്ന് കിട്ടുന്നില്ല ഉൾപ്പെടെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് പരിഹരിക്കാനുള്ള വളരെ തീവ്രമായ അതിവായിട്ടല്ല ഇത് ഒരു ബ്ലഡ് ടെസ്റ്റ്. ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1 രൂപ ലാഭം ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. റിയേജന്റ് വാങ്ങുന്നതും അതിന്റെ കോസ്റ്റും മാത്രം, അതല്ലാതെ ഇതൊരു ലാഭത്തിൽ നടത്താൻ വേണ്ടിയല്ല. കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തേക്ക് എഴുതിയിരുന്ന ടെസ്റ്റുകളാണ് ഇപ്പോൾ ഫീസ് ഈടാക്കി നടത്തുന്നതാണല്ലോ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ എന്തുകൊണ്ടാണ് പുറത്തേക്ക് എഴുതേണ്ടി വന്നിരുന്നത്? ഇപ്പോ അവിടെ ഇതൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് അല്ല, അപ്പൊ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടും പിന്നെ പുറത്തേക്ക് എടുക്കുക അല്ല, ഇതിന് റിയേജന്റ് വാങ്ങണം. ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ ലാബിന്റെ ഒരു കൾച്ചർ, ഒരു സെൻട്രൽ ലാബ് വെച്ച് കുറെ കളക്ഷൻ സെന്റേഴ്സ് ആണ്. കാരണം ഈ റിയേജന്റ് ഒറ്റ ടൈം ഒരു ഇത്ര നമ്പറിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു സാങ്കേതികത്വമാണ്. അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ അതിന്റെ എത്രയോ ഇരട്ടി എന്ത് ചെയ്യാൻ പറ്റും. ഏത് സ്വകാര്യ ലാബുകൾക്കും അവരെ ലാഭം എടുക്കുമല്ലോ, ഇത് ലാഭം എടുക്കാതെ ചെയ്യുന്നു. മറ്റൊരു കണക്ക് കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൂടി ആയാലും നിങ്ങൾക്ക് എത്ര ബാധ്യത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട്. നമുക്കിവിടെ സപ്ലൈ ചെയ്ത ഈ 350 കോടി കിട്ടിയാൽ 46 കോടി രൂപ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം കൊടുക്കാനുണ്ട്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പ്രകാരം 44 കോടി രൂപ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. 4.5 കോടി ആരോഗ്യ കേന്ദ്ര പദ്ധതി പ്രകാരം കൊടുക്കാനുണ്ട്. ഈ പണം മുഴുവൻ കൃത്യമായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അത്രയും കമ്മിറ്റഡായ ഡെഡിക്കേറ്റഡായ ഒരു ടീമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അവരൊക്കെ ഒരുപാട് സ്വപ്നങ്ങളായി ഊണുറപ്പിച്ച് നടക്കുന്ന മനുഷ്യരാണ്. എനിക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ കടുകുമണി പോലെ ചെറുതാണെന്ന് തോന്നിപ്പോകും. അവരൊക്കെ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ വേണ്ട കാര്യങ്ങളുടെ പുറകെയാണ് ഊണുറപ്പിക്കുന്നത്. അവർ പറയുന്നത് ഈ പണം ഞങ്ങൾക്ക് അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി മികച്ചതായി മാറുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് ഇതിന്റെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സത്യസന്ധമായ ചിത്രം. ഇതിൽ ഒരു വാക്കുപോലും ഞാൻ ഉറച്ചൊടിച്ചിട്ടില്ല, കണക്കുകളല്ലാതൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇവിടുത്തെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടിയെടുത്ത ഒരു തീരുമാനമാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ള ഒരു റിക്വസ്റ്റ്. അല്ല, അത് തീരുമാനം നടപ്പായി കഴിഞ്ഞു. അത് അദ്ദേഹം സൗകര്യത്തിൽ പറഞ്ഞതാണ്. ആ പള്ളി എണീറ്റ് പോകണം. ഇതൊക്കെ ഒരു നിങ്ങളെ മീഡിയന്റെ മുന്നിലൊക്കെ വന്നു, അറ്റൻഷൻ കിട്ടി, പിന്നെ അതിനകത്ത് വേറെ ആ ദൗത്യമില്ല. അദ്ദേഹം മറന്നുപോയി. ഇദ്ദേഹം അല്ല, ഞാൻ പറയാം, അദ്ദേഹം മന്ത്രി മാത്രമല്ല, ആ സമരം നടത്തിയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ. എന്തുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ സൗജന്യമായി ടെസ്റ്റ് നടത്തുന്ന സമരം നടത്തിയില്ല? എന്തുകൊണ്ട് തൃശ്ശൂർ നടത്തിയില്ല? എന്തുകൊണ്ട് മുഹമ്മദ് റിയാസ് ആലപ്പുഴ സമരം നടത്തിയില്ല? എന്തുകൊണ്ട് കോട്ടയം നടത്തിയില്ല? എന്തുകൊണ്ട് മഞ്ചേരി നടത്തിയില്ല? കാരണം അദ്ദേഹത്തിന് അറിയാം, ഇത് അങ്ങനെ നടത്തിയാലേ ഇതെന്താവുന്നത്. BPLകാർക്ക് സൗജന്യമായും അല്ലാത്തവർക്ക് ഏറ്റവും ആ ചെലവ് വരുന്ന തുക വെച്ച് നടത്തേണ്ടതാണെന്ന് അറിയാനിട്ടല്ല, കണ്ണടച്ചിരുട്ടാക്കുകയും ഇതൊന്ന് നമ്മളൊന്നും കഴിയുന്നതും ഇതൊന്നും ഒന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പല ചെറിയ ഇത് ഞാൻ അന്നും വിട്ടതാണ്. അപ്പൊ പിന്നീട് ഇതിപ്പോ BJP കൂടി ഇതിനകത്തേക്ക് ഈ സമരരംഗത്തേക്ക് ഞാൻ സത്യത്തിൽ ഇത് അന്ന് നടത്തുന്നതിനെ വെച്ച് വേണ്ട, ഒരു രാഷ്ട്രീയമായി ഒരു സമരം നടത്തി പോട്ടെ. പക്ഷെ ഇതല്ല. ഇത് പിന്നീട് നോക്കുമ്പോൾ ഇത് വളരെ അഗ്രസീവായി, ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി ഇത് പൊളിക്കണം. ഇതിന്റെ പിന്നിൽ ആളുണ്ട്, ഇതിന്റെ ഗുണഭോക്താക്കളുണ്ട്. ആരാണ്? ഈ നീതി ലാബാണ് ഇതിൽ ആദ്യം ഷട്ടർ ഇടുക. ഇതിലാദ്യം ഷട്ടർ ഇടുകാരാണ്. 10 ഇരട്ടി തുക വാങ്ങി പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതേ നീതി ലാബിൽ ഞാൻ ഗുരുതരമായ ഒരു ആരോപണമായി പറയും. മെഡിക്കൽ കോളേജിലുള്ള രോഗിയുടെ ബ്ലഡ് ഇവിടുന്ന് വാങ്ങി 500 രൂപക്ക് പുറത്തു കൊടുത്ത് 1000 രൂപക്ക് ഇവർ ഈടാക്കുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ പറയാം. ഇതിന്റെ ഫസ്റ്റ് ഷട്ടർ വഴി അല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടൊരു ലാബ് ഉണ്ടായാൽ ആദ്യം ഷട്ടർ വഴി ഈ നീതി ലാബിനാണ്. കാരണം ഈ പണമാണ് അവരുടെ മുമ്പിലേക്ക് എത്തുന്ന. അവരുടെ ഏറ്റവും അത് ആരാണ് നടത്തുന്നത് നിങ്ങൾ അന്വേഷിച്ചോളൂ. ആ നീതി ലാബ് നടത്തുന്നത് ആരാണ്? കോഴിക്കോട്
ജില്ലയിലെ സമുന്നതരായ എത്ര കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാ അതിന്റെ ഡയറക്ടർമാരാണെന്ന് പരിശോധിച്ചു. അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള സ്വകാര്യ ലാബുകൾക്കാണ് പ്രശ്നം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പൈസ വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഈ മുഴുവൻ സാധനം അവർ വാങ്ങാൻ തീരുമാനിച്ചു. SGSന്റെ തീരുമാനം എന്താ അറിയോ? ഇതിന് ഈ ടെസ്റ്റ് എല്ലാ പുറത്തു ഒഴുകുന്ന ടെസ്റ്റുകളുടെയും റിയേജന്റുകൾ വാങ്ങി ഇവിടെ നടത്തണം. ഇത് മുഴുവൻ നിർത്തും. ഈ പുറത്തേക്ക് കോടിക്കണക്കിന് രൂപ എല്ലാ മാസവും പാവപ്പെട്ട ഗതികെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരെ മഹാഭൂരിപക്ഷം അവിടെ വരുന്നത്. അവൻ വെട്ടുകാലി വിറ്റിട്ടാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്. അത് ഏറ്റവും ചെറിയ ലെവലിൽ നടത്താനാണ് നമ്മളെ തീരുമാനം. ഇത് കേരളത്തിൽ ആദ്യമായി നടത്തുന്നത് കോഴിക്കോടല്ല, ഏറ്റവും ഒടുവിൽ നടത്തുന്നതാണ്. അതുകൊണ്ടാണ് അവർ ഈ പ്രപ്പോസൽ വെച്ചത്. അവർ വലിയ രീതിയിൽ അതിന്റെ പെത്തോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം വർദ്ധിപ്പിക്കുകയാണ്. അല്ലല്ല, അവർ അതിന്റെ നീക്കങ്ങളിലേക്ക് പോകണം. അതിന് SGS അവരെ സഹായിക്കുവാണ്. ഇതൊക്കെ തുടങ്ങാനുള്ള തീരുമാനം നടപ്പാക്കി കഴിഞ്ഞു. ലാബ് ഫുൾ ഫ്ലഡ്ജിൽ ലാബ് ഉണ്ട്. പ്രശ്നം എന്താ പറയുക? എങ്ങനെ മാൻ പവർ ഇഷ്ടം പോലെ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മാൻ പവർ. ഇതിന്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ ഈ റിയേജന്റിന്റെ കോസ്റ്റാണ് ഇതിന്റെ കോസ്റ്റ്. അതുമാണ് വളരെ വലിയ ലാബുകൾ ഡിസ്കൗണ്ടഡ് റേറ്റുകൾക്ക് പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഇത്ര രൂപ എല്ലാ വർഷത്തിലും അതിന്റെയും 10 ഇതിന്റെ ചെലവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ റിയേജന്റുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അത്രയും നമ്പർ ഓഫ് ടെസ്റ്റുകളാണ്. അതിന് ആളുകളെ അധികം വേണമെങ്കിൽ അത് വിനിയോഗിക്കും ഒക്കെ കഴിയല്ല. കൂട്ടിയതല്ല, പണം നടപ്പാക്കിയത്. കൂട്ടിയെന്നുള്ള വാക്ക് അപ്രോപ്രിയേറ്റ് ആണ്. കാരണം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലുള്ളതിൽ ഏറ്റവും കുറഞ്ഞ പണം ഈടാക്കാൻ ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ കോളേജാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ടെസ്റ്റ് ചെയ്താലല്ലേ രൂപയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ടെസ്റ്റ് ചെയ്താലല്ലേ രൂപയുടെ പ്രശ്നം വരുന്നുള്ളൂ. ഇത് മുഴുവൻ പുറത്താ. ഞാൻ പറയണം, ഞാൻ ഉത്തരവാദിത്തത്തിൽ നിങ്ങളോട് പറയുന്നു, എല്ലാ മാസവും 30 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നീതി ലാബിന് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഒരു പ്രൈവറ്റ് പ്ലെയർക്ക് ഓരോ മാസവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് 30 to 40 ലാഖ് കൊടുക്കുന്നു. അവർക്ക് 5 കോടി കുടിശ്ശികയുണ്ടെന്ന് ഞാൻ പറയുന്നു. ഇത് ആരതാ മെഡിക്കൽ കോളേജ് കൊടുക്കുക? ഇൻഷുറൻസ് ഉള്ളവരുടെ കൊടുക്കേണ്ടതുള്ളൂ. മനസ്സിലായോ? ഇൻഷുറൻസ് ഉള്ള ആളുടെ തുക മാത്രമാണ് മെഡിക്കൽ കോളേജ് ഉത്തരവാദിത്തമുള്ളൂ. ബാക്കി മുഴുവൻ പുറത്തേക്ക് ഒഴുകുന്നത് ഈ നീതി ലാബിലേക്കും അവിടെ പരിസരത്ത് ഉള്ള സ്വകാര്യ ലാബിലേക്ക് ഒഴുകുന്നത് കൊണ്ട് എങ്ങനെ രീതിയിൽ ബ്ലഡ് കൊടുത്ത ഒരു ടെസ്റ്റിംഗ് റിപ്പോർട്ട് തരും. നിങ്ങളിപ്പം മെഡിക്കൽ കോളേജ് കൊടുക്കുകയാണ്. ആർക്ക്? മനസ്സിലായോ? മെഡിക്കൽ കോളേജ് എല്ലാ മാസവും ഇവർക്ക് കൊടുക്കണം 30 to 40 ലാഖ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർക്കാരിന്റെ പണം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഇവർക്ക് കൊടുക്കുകയാണ്, ഒരു സ്വകാര്യ പ്ലെയർക്ക്. അപ്പൊ പിന്നെ ഇത് നടപ്പാകാതിരിക്കേണ്ടതിന്റെ ആവശ്യം ആൾക്കാർ കൃത്യമാണല്ലോ. ഇത് ഇനി ഒന്നുകൂടി പറയാം, ഞാൻ വളരെ ക്ലാരിറ്റി പറയുന്നു. BPL കാർഡിലുള്ള ആൾക്ക് 1 രൂപ പോലും ഈ ടെസ്റ്റ് ഈടാക്കില്ല. അതിന്റെ അഡ്വാൻറ്റേജ് എന്താ പറയുക? ഇപ്പൊ BPL-കാരും പുറത്താ പോകണം. BPL-കാരും പുറത്താ പോകുന്നത്. ആ BPL-കാർക്ക് ഇനി പുറത്തു പോകേണ്ട ഒരു ടെസ്റ്റ് ഇവിടെ കിട്ടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.